മുരിങ്ങക്ക അകത്തുനിന്ന് നമ്മൾ ചീകി എടുത്തിട്ട് വെക്കുന്ന ഒരു തോരനാണ്. മുരിങ്ങക്ക ഇതുപോലെ കുരുവൊക്കെ ഇളത്തിയുള്ള മുരിങ്ങക്ക എടുക്കണം. ഒരുപാട് മൂത്ത് പോയ കുരു ഉള്ളത് നമുക്ക് കടിക്കാൻ പ്രയാസമാണ്. പിന്നെ ആ കുരുവെല്ലാം എടുത്ത് പിന്നെ അതിനകത്തെ ദശയെല്ലാം കൂടി ഒന്ന് നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ ചീകി എടുത്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാനൊരു കുറച്ചധികം എടുത്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയിൽ ഇപ്പം ധാരാളം മുരിങ്ങക്ക ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തോരൻ കറിയായിട്ടും ചാറ് കറിയായിട്ടും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ തേങ്ങയാണ് ഇതിനിടുന്നത്. തേങ്ങ നല്ലതുപോലെ ഇടണം. ഒരു വലിയ മുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത്. തേങ്ങയൊക്കെ ആവശ്യമനുസരിച്ച് ചേർക്കാം. നല്ലപോലെ തേങ്ങ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളിയാണിത്, അത് അരിഞ്ഞതാണിത്. ഇതൊരു 5-6 കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തോരൻ കറിക്കൊക്കെ കാന്താരിയും ചെറിയ ഉള്ളിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിന് മഞ്ഞളും ഉപ്പും ചേർത്ത് നമുക്കിത് തോരൻ കറി ഉണ്ടാക്കാം. അതിന് മുമ്പ് ഞാൻ ഈ മുരിങ്ങക്കായ്ക്കകത്ത് നിന്ന് എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് എടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഈ മുരിങ്ങക്ക ഇതുകൊണ്ട് ഒരുപാട് മൂത്ത് പോകാതെ ഒരു ഇടത്തരം, തീരെ പിഞ്ചായിരിക്കില്ല. തീരെ പിഞ്ചാണ് നമുക്ക് ചിരണ്ടി എടുക്കുമ്പോൾ അകത്തുനിന്ന് ദശയൊന്നും കിട്ടുകയില്ല. ഇതിൻ്റെ ഈ മുകളിലത്തെ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ മുഴുവനും ആദ്യം കുരു അങ്ങ് മാറ്റിയെടുത്താൽ മതി. ഇത് കുറേ സമയം എടുക്കും നമ്മൾ കുറച്ച് കറിക്കുള്ളത് എടുത്ത് വരാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറച്ചേറെ മുരിങ്ങക്ക ഇങ്ങനെ അകത്തുനിന്ന് കുരുവും ദശയും എടുത്ത് റെഡിയാക്കി വെച്ചതാണ്. അല്ലെ നമ്മളിത് ഉണ്ടാക്കാൻ സമയത്ത് ഒത്തിരി നേരം എടുക്കുകയുണ്ട് നമുക്കിത് ചെയ്യാൻ പോകുമ്പോൾ. പിന്നെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് അകത്തുനിന്ന് ഈ ദശ മാത്രം ഇങ്ങനെ ചീകി എടുക്കണം നല്ലപോലെ. ഇതുപോലെ ഇങ്ങനെ ദശയായിട്ട് ചീകി കിട്ടും. നമുക്ക് മുരിങ്ങക്ക ഒരു അകത്തെ ആ ദശ മാത്രം എടുത്ത് വെക്കണം. സൈഡിലത്തെ ഈ നമ്മൾ മുരിങ്ങക്കാട് ഈ തണ്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ പൊടുത്തി വരാതെ നല്ലപോലെ ഇങ്ങനെ ചീകി എടുത്താൽ മതി. ഞാൻ കുറച്ചൊരു മുരിങ്ങക്കായ ഒന്ന് അകത്തുനിന്ന് ദശയെല്ലാം നേരത്തെ അങ്ങ് എടുത്ത് വെച്ചതാണ്. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി ഒത്തിരി സമയം എടുക്കും. അത് കാരണം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു പാൻ ചൂടാക്കി ഞാൻ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. സ്പൂൺ എണ്ണ ഒഴിച്ച് ഞാൻ കടുകൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ട് നമ്മൾ ഈ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടാം. ഒരു 8-10 എണ്ണം ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ കാന്താരിമുളക് അരിഞ്ഞും കൂടെ ഇടാം. എണ്ണയ്ക്കകത്ത് മൂത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് നല്ല എരിവുള്ള കാന്താരിയാണ്. അതുകൊണ്ട് ഞാനൊരു 5-8 എണ്ണമേ എടുത്തിട്ടുള്ളൂ. അത് ആവശ്യമനുസരിച്ച് എടുക്കാം. ഇപ്പം ഞാൻ ഈ തേങ്ങ ചിരണ്ടിയത് ഇതിൻ്റെ കൂടെ ഇടുവാണ്. അര സ്പൂണും മഞ്ഞൾ പൊടിയും കൂടി ഇടാം. ഇതൊന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മുരിങ്ങക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ നമുക്കിട്ട് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ നമുക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വലിയ മൂത്ത് പോയ മുരിങ്ങക്ക അല്ല. അത് കാരണം നമുക്ക് അങ്ങനെ വെള്ളമൊന്നും ചേർക്കണ്ട. തോരനായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പിന്നെ ഒന്ന് ലിഡ് വെച്ച് അടച്ചൊന്ന് ഒരു 3-4 മിനിറ്റും കൊണ്ട് മുരിങ്ങക്ക വെന്ത് കിട്ടും. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലിഡ് വെച്ച് അടച്ച് വയ്ക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ലോ ഗ്യാസിൽ ഒരു 3-4 മിനിറ്റ് വെക്കാം ലിഡ് വെച്ച് അടച്ച്. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. സ്ലോയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ ഒന്ന് എല്ലാം മിക്സായി വരും. ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് ഒന്നുകൂടെ മൂടി വെക്കാം. നമുക്ക് നോക്കാം നമ്മുടെ തോരൻ റെഡിയായി. ഒന്ന് നല്ലപോലെ വെന്ത് റെഡിയായിട്ട് ഇരിക്കുവാണ്. ഒരു 4-5 മിനിറ്റ് മതി. മൂത്ത കുരുവൊന്നും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് തോർത്തിയിട്ട് നമുക്കിത് ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമ്മൾ അടച്ച് വെച്ച് വയ്ക്കുമ്പോൾ ആവി വെള്ളമൊക്കെ ഒന്ന് വീണ് കാണും. അത് കാരണം നമ്മൾ അടപ്പൊന്ന് മാറ്റിയിട്ട് തുറന്ന് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് തോർത്തിയിട്ട് നമുക്കെടുക്കാം.
നമ്മുടെ മുരിങ്ങക്കായ തോരൻ നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുരിങ്ങക്കായ, മുരിങ്ങയുടെ പൂവ് ഇതൊക്കെ പറ്റുമെങ്കിൽ നമ്മളെല്ലാം കറി വെച്ച് കഴിക്കണം. വളരെ ആരോഗ്യത്തിന് നല്ല ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.